വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ ഒരുവൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? ലൂക്കോസ് 13:23 അതിന് കർത്താവ് നൽകിയ മറുപടി, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിൽ ഇരിക്കും. ലൂക്കോസ് 13:29. എന്നാൽ അനീതി പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല. 27 അത് വായിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമല്ല, അനേകർ ആയിരിക്കും. യോഹന്നാൻ ഉണ്ടാകുന്ന ദർശനത്തിൽ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരമാണ് രക്ഷ അനുഭവിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. വെളിപ്പാട് 7:9. അതായത് ക്രൂശിലെ യാഗത്താൽ തുടക്കം കുറിച്ച വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പുതിയ നിയമവിശ്വാസികളും അതോടൊപ്പം പഴയ നിയമവിശ്വാസികളായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങി സകല പ്രവാചകന്മാരുമായി എണ്ണിത്തീർപ്പാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു വലിയ സമൂഹമായിരിക്കും അവിടെ കാണപ്പെടുന്നത്. ലൂക്കോസ് 13:28. ഈ സമൂഹത്തിൽ കാണപ്പെടുന്നതിനുള്ള യോഗ്യത കുഞ്ഞാണ്ട് രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കണം എന്നത് മാത്രമാണ്. വെളിപ്പാട് 7:14. ഇവിടെ കുഞ്ഞാണ്ട് രക്തത്താലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. കൊലോസ്യർ 1:14. യെശയ്യാവ് പറയുന്നത്, നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആക്കുമെന്ന യെശയ്യാവ് 1:18. നാം ഓരോരുത്തരുടെയും പാപം മൂലമായി യേശു ക്രൂശിൽ തൂക്കപ്പെട്ടത്. നമ്മെ വീണ്ടെടുക്കുവാൻ യേശുവിൻ്റെ രക്തം ഊറ്റി തന്നു. നമ്മെ വീണ്ടെടുത്തത് ക്രിസ്തു എന്ന കുഞ്ഞാൻ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കൊണ്ട 1 പത്രോസ് 1:18-19 ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കുചേരുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുള്ളൂ. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങൾ ലോകസ്ഥാപനം മുതലേ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവയാണ്. നിങ്ങൾക്കായി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ പ്രവൃത്തിയിൽ പിതാവിനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഞാൻ പോവുകയാണ്. സ്ഥലം ഒരുക്കി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. യോഹന്നാൻ 14:2-3. ദൈവരാജ്യ അനുഭവത്തിൽ പങ്കുചേരുന്നതിന് ആർക്കും വിലക്കില്ല. എന്നാൽ അവിടെ പ്രവേശിക്കണമെങ്കിൽ അതിന് തക്ക യോഗ്യത ഉണ്ടായിരിക്കണം. അതിനുള്ള യോഗ്യത ഹൃദയശുദ്ധി ആണ് എന്ന് മത്തായി 5:8 പറയുന്നുണ്ട്. അതായത് ശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ശുദ്ധീകരണം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടി മാത്രം എന്ന് നാം മുകളിൽ കണ്ടുവല്ലോ. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്ക് പറയുന്നവർ ഇവരാരും തന്നെ ശുദ്ധീകരിക്കപ്പെട്ടവർ അല്ല. അവരുടെ ഓഹരി തീയും ഗന്ധവും കത്തുന്നു പോവുകയും എന്ന് വെളിപ്പാട് 21:8 പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്ന് മത്തായി 25:41 രേഖപ്പെടുത്തിയിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന എണ്ണി തീർക്കുവാൻ സാധിക്കാത്ത പുരുഷാരത്തെക്കുറിച്ച് പറയുന്നത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാൻ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ എന്ന വെളിപ്പാട് 7:14. ഈ ലോകത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ കൂടിയും ശുദ്ധീകരണം ഉണ്ടാവില്ല. യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ നമുക്ക് നീതീകരണം ലഭിക്കൂ. റോമർ 5:5. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉള്ള ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം മാത്രമാണ്. 1 തെസ്സലോനിക്കർ 4:3 ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞതല്ല. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന വലിയ പുരുഷാരത്തെക്കുറിച്ച് പറയുന്നത്, ഇവർ മഹാകഷ്ടതയിൽ നിന്ന് വന്നവരാണ് എന്ന വെളിപ്പാട് 7:14. വിശ്വാസ ജീവിതത്തിൽ അനേക കഷ്ടതകളുണ്ടാകും. കഷ്ടതകളുടെ മധ്യത്തിൽ ആരും തന്നെ പോകേണ്ടതില്ല.
എന്തുകൊണ്ടെന്നാൽ അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പ്രവൃത്തി 14:22 വാക്യം. രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ്. വെളിപ്പാട് 7:10. വില കൊടുത്താൽ കിട്ടുന്നതല്ല രക്ഷ. എഫെസ്യർ 2:8 പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ദൈവം നമുക്കായി തൻ്റെ പുത്രനെ നൽകുകയും പുത്രൻ കുരിശിൽ യാഗമായി തീരുവാൻ അനുവദിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ നാം ഉൾപ്പെട്ടത്. ദാനമായി നൽകിയെങ്കിലും അത് പ്രാപിപ്പാൻ ക്രൂശോട് ചേർന്ന് നിന്നേ മതിയാകും. അപ്പോൾ കുഞ്ഞാട് നമ്മെ ജീവജലത്തിൻ്റെ ഉറവകളിലേക്ക് നടത്തുകയും കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. വെളിപ്പാട് 16:17. ആ നല്ല നാളിനായി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവേ, കൃപയാൽ ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിന് എന്നെയും പങ്കാളിയാക്കണമേ. ആമേൻ.